മരിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് അള്ളാഹുവിന്റെ റസൂലുള്ള ഓരോരുത്തരെയായിട്ട് വിളിക്കുക. അന്ന് പിറ്റേന്ന് മരിക്കുന്ന അന്ന് നേരം വെളുത്തിട്ട് വിളിക്കുക. ആദ്യം വിളിച്ചത് ഹസൻ ഹുസൈൻ, 2 പേരക്കുട്ടികളെ. ആൺമക്കളില്ലാത്തതിന്റെ വേദന അള്ളാന്റെ ഹബീബ് അറിയാതെ അള്ളാഹ് കൊടുത്ത 2 പൂമൊട്ടുകൾ. ആ 2 മക്കൾ റസൂൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് മുങ്ങ കൊടുത്തിട്ട് അവരെ യാത്ര ചോദിക്കും. പിന്നെ പ്രവാചകൻ ആയിഷ ബീവിന്റെ മടി കടന്നിട്ട് ഭാര്യമാരോട് ഇങ്ങനെ സമ്മതം ചോദിക്കുന്നില്ല. ഓരോ ഭാര്യയും അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറയും, റസൂലേ, ഒരൊറ്റ വസിയത്തുണ്ട്, ഒരൊറ്റ വാക്കുണ്ട് നബിയേ. സുലിച്ചു, എന്താ? ഞാൻ എന്തെങ്കിലും അനീതി കാണിച്ചോ? ഞാൻ നീതിമാനല്ലായിരുന്നു? ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, റബ്ബേ നീ സാക്ഷി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് ഒരു അനാദരവും കാണിച്ചിട്ടില്ല. ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട്, ഒരു ഉമ്മയെ പോലെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, അടുത്ത ജന്മത്തിനും ഹബീബിന്റെ മണവാട്ടിയാക്കണേ റബ്ബേ. 9 ഭാര്യമാരും പറയാം. 9 ആളും പറയുന്നത് റസൂലുള്ളാഹിന്റെ ഭാര്യയായിട്ട് അടുത്ത ജന്മത്തിലും ആവണേ. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വിട്ടു പോയി പെണ്ണുങ്ങളോട് ചോദിക്കാൻ, അടുത്ത സ്വർഗ്ഗത്തിലാവട്ടെ വേറെ എങ്കിലും എന്റെ ബിയാവിലേക്ക് ഞാൻ തന്നെയാ എന്റെ അഭിപ്രായം. അവൾ എനിക്ക് സ്വർഗ്ഗം വേണ്ട. ഒരു ഒന്നുണ്ടായിട്ട് ഇങ്ങനെ പറയുന്നില്ലെങ്കിൽ 9 എണ്ണുള്ള റസൂലുള്ളാഹി എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്ത്രീകളെ ബഹുമാനിച്ചതാണ്, അവരെ സ്വപ്നങ്ങൾക്ക് നിറം കൊടുത്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അവരൊരു സാധുക്കളാണ്. അവർക്ക് ജീവിക്കണേ നിങ്ങളെ സപ്പോർട്ട് വേണം, നിങ്ങളെ കരുതൽ വേണം. സ്വയം ജീവിക്കുന്ന അവകാശപ്പെടുമ്പോഴും ഒരാണിന്റെ ചുമലിലേക്ക് തായാൻ വെമ്പുന്ന മനസ്സാ ഏതൊരു പെണ്ണിന്റെ മനസ്സിൽ. ഒരാണ് നെഞ്ചു വിരിച്ച് സ്നേഹിക്കാൻ നിന്ന പട്ടിണി കിടക്കാൻ പെണ്ണ് റെഡിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും എവിടെയെങ്കിലും കുത്തിരുന്ന് പണിയില്ലാത്ത ഒരു ഹായും കൂയും അയക്കുമ്പോഴേക്കും ഇത് യഥാർത്ഥ സ്നേഹാന്ന് കരുതിയിട്ട് പലമാരും പരക്കമായിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതാകുമ്പോൾ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് കിട്ടിയ പെണ്ണിന്റെ കൈ പിടിച്ചിട്ടൊന്ന് ചോദിക്കണം, ഞാൻ നാളെ നേരം വെളുക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഞാനെന്ന വ്യക്തിയെ എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയതിൽ ഇനി പടച്ചവനോട് നന്ദി പറയോ, അല്ലെങ്കിൽ എന്റെ ജീവിതം അയാളെ കൊണ്ട് പോയി എന്ന് പറയോ എന്ന് ചോദിച്ചു. അവൾ പറയാ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാണ്, ഒരു സ്വഭാവക്കേട് തന്നെയാണ്. നിങ്ങൾക്ക് ഇച്ചിരി മൂക്കത്താ ദേഷ്യം, എന്തൊക്കെയാ തെറി പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. വാ തുറന്ന അങ്ങനെ തെറിയ പറയുമെങ്കിൽ ആണുങ്ങളിൽ ഏറ്റവും നാണം കെട്ടവൻ സ്വന്തം പെണ്ണിനെ തെറി പറയുന്നവനാണ്. സ്വർഗം തടയപ്പെടുന്ന ഒരാണാരെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഔസീനി ബിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗം വേണം നബിയേ, എനിക്കുള്ള ക്വാളിറ്റി എന്താ? ദേഷ്യം ഉണ്ടാവരുത്, ദേഷ്യം ഉണ്ടാവരുത് എന്ന് കരുതി അഭിനയിക്കുകയും ചെയ്യരുത്. ഗുണദോഷിക്കണം, നല്ല നിലയ്ക്ക് പറയേണ്ടടുത്ത് പറയും വേണം. പെങ്കോന്തനാവാനും പാടില്ല. എങ്ങനെ പറയുന്നതിനൊക്കെ തുള്ളിയിട്ട് ഒരു പെങ്കോന്തനാവില്ല. എന്നിട്ട് ഉടനെ അവനെ പറ്റിയിട്ട് നാട്ടുകാരോട് പറയും, എന്റെ വിയാത്ത അങ്ങനെ ഒരു സാധനം, ഒരു പൊട്ടനാ. അതല്ലാത്തവർക്ക് ദീനീ കാര്യമാണോ ഗൗരവം കാണിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ഭക്ഷണപാത്രം ആയിഷ ബീവി തട്ടിത്തെറിപ്പിച്ചപ്പോ റസൂലുള്ളാഹി കുനിഞ്ഞിരുന്ന് പൊട്ടിയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയേ, എന്നോടൊന്ന് ദേഷ്യപ്പെട്ടൂടെ റസൂലേ? അള്ളാഹുവിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ പറയും, അങ്ങനെ ഞാൻ ചെയ്തായി എങ്ങനെ ആയിഷ ഞാനൊരു നല്ല ഭർത്താവാകുക? അവിടെ തീരുന്നില്ല ചരിത്രം, അത്രേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പിന്നെ ഉടനെ റസൂലുള്ള പറയുന്നുണ്ട്, ആയിഷ, ഈ പാത്രം സൈനബാന്റെതാണ്. ഒരു പക്ഷേ സൈനബ പാത്രത്തെ പറ്റി അങ്ങ് ക്ഷമിക്കും, പക്ഷേ നീ തട്ടിത്തെറിപ്പിച്ച ഭക്ഷണത്തിന്റെ കുറ്റം ആയിഷ ഞാൻ ഏറ്റെടുക്കൂല. പടച്ചവനോട് ഇനി പറയണേ ആയിഷ, ഈ പറയണേ ആയിഷ, ഞാനത് ഏറ്റെടുക്കൂല. അതുകൊണ്ട് ആയിഷ ബീവി കരഞ്ഞു. ഏത് അബദ്ധം കൊണ്ട് ഭക്ഷണം തെറിച്ചു പോയല്ലേ റബ്ബേ എന്ന് ചിന്തിച്ചപ്പോഴാ അള്ളാന്റെ റസൂലുള്ളാഹിനെ ഓർത്തിട്ട് ആയിഷ ബീവി കരഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ആയിഷ ബീവി കണ്ണീരോടെ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ വയറ് നിറച്ച് ഭക്ഷണം വിളമ്പാനുള്ള ഒരു ഭാഗ്യം പടച്ചവൻ എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ എല്ലാം കേട്ട് മൂളുന്ന ഒരു നല്ല ഭർത്താവ് എന്ന് മാത്രമല്ല, ഗുണദോഷിക്കേണ്ടടുത്ത് ഗുണദോഷിക്കണം, പറയേണ്ടടുത്ത് പറയണം. അതെനിക്ക് ശരിയല്ല, ആ വസ്ത്രം എനിക്ക് ചേരൂല, നീ ആ ചെയ്തു കുട്ടിയൊന്നും ശരിയല്ലോ. എന്റെ കുടുംബക്കാരോട്, എന്റെ ബന്ധുക്കളോട്, എന്റെ മറ്റുള്ളവരോട് പറയേണ്ടടുത്ത് പറയണം.